അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദ്ദിമൂ ലിഅൻഫുസികും വത്തഖുല്ലാഹ വഅലമൂ അന്നകും മുലാഖൂഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം. കഴിഞ്ഞ ക്ലാസ്സിൽ 223 ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രമാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞത്. നിസാഉക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് കൃഷിയിടമാണ്. ഫൗത്തു ഹർസക്കും മന്നാശീത്തും, നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കും വിധം പ്രവേശിച്ചോളൂ. അവിടം വരെയാണ് നമ്മൾ വിശദീകരിച്ചത്. സ്ത്രീകളെക്കുറിച്ച് സ്ത്രീകൾ ഒരു ഭോഗവസ്തു മാത്രമാണ്, ദുനിയാവിൻ്റെ കേവലമായ എൻജോയ്മെൻറ്റിന് വേണ്ടിയുള്ള മാത്രമാണ് എന്നുള്ള ഒരു ധാരണയെ തിരുത്തുകയാണ് അള്ളാഹു. സ്ത്രീ എന്നത് നിങ്ങളുടെ കൃഷിയിടമാണ്. പിന്നെ പറയുന്ന ഭാഗത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. അത് ഏത് സെൻസിലാണ് പറയുന്നത്? അത് നെഗറ്റീവായ ഒരു സെൻസിലാണ് പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കും വിധം ചെയ്തോളൂ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല എന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അള്ളാഹു പറയുന്ന ഭാഗമാണ് വഖദ്ദിമു ലി അൻഫുസിക്കും. വഖദ്ദിമു, നിങ്ങൾ മുന്നൊരുക്കി വെക്കണം, പ്രിപ്പയർ ചെയ്യണം. ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി തന്നെ, നാളേക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെക്കുന്നതിനെയാണ് ഖദ്ദമ എന്ന് പറയുന്നത്. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിനെയാണ്. സൂറ അൽ ഹഷറിൽ ആയത്ത് വളരെ പ്രസിദ്ധമാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. വിശ്വസിക്കുന്ന ആളുകളെ, അള്ളാഹുവിന് തഖ്വയുള്ളവരാകൂ. ഓരോ നഫ്സും നോക്കട്ടെ, മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി അതെന്താണ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കട്ടെ. ഇത് തന്നെ മറ്റൊരു സ്ഥലത്ത് അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്ത്, ഓരോ നഫ്സും അറിയും എന്താണ് ചെയ്തത് എന്നും എന്താണ് ചെയ്യാതെ വിട്ടത് എന്നും. അങ്ങനെ പറയുന്നിടത്തിലും മാ ഖദ്ദമത്, ഓൾറെഡി ദുനിയാവിൽ എന്താണ് ചെയ്തത്, അതുപോലെ വ അഖറത്ത്, എന്താണ് ചെയ്യാതെ ഒഴിവാക്കിയത്. ഈ കാര്യമൊക്കെ അറിയും പരലോകത്ത്. ഈ സൂറയിൽ തന്നെ, ബഖറയിൽ തന്നെ നേരത്തെ കഴിഞ്ഞുപോയ ഒരായത്തിൽ പറയുന്നുണ്ട്, വമാ തുഖദ്ദിമൂ ലി അൻഫുസിക്കും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന എന്തും, മിൻ ഖൈറിൻ, നന്മയിൽ, തജിദൂഹു ഇൻദല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കാണും. ദുനിയാവിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് നന്മയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. ആഖിറത്തിൽ ഫലം കിട്ടാൻ വേണ്ടി, അവിടെ കൊയ്തെടുക്കാൻ വേണ്ടി ദുനിയാവിൽ നിങ്ങൾ നല്ലോണം പരിശ്രമിക്കണം, മുൻകൂട്ടി ചെയ്തു വെക്കണം. ഇവിടെ അള്ളാഹു പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി മുന്നൊരുക്കം നടത്തണം എന്നാണ്. ആദ്യം പറഞ്ഞു കൃഷിയിടമാണ് എന്ന്. പരലോകത്ത് കൊയ്യാൻ വേണ്ടിയുള്ള കൃഷിയിടമാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒന്നാണ് നിങ്ങളുടെ ഭാര്യമാർ. അള്ളാഹു കൽപ്പിച്ച വിധം അവരുമായിട്ട് ഇടപഴകണം. നിങ്ങളുടെ കൃഷിയിടമാണ്. നിങ്ങൾ ആഖിറത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാത്രം മോഹിക്കുന്ന, ദുനിയാവിലെ ഹസനത്ത് മാത്രം ചോദിക്കുന്ന ആളുകളും അവരുടെ സ്വാധീനത്തിൽപ്പെട്ട ആളുകളോടും അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്. നിങ്ങൾക്ക് വേണ്ടി മുന്നൊരുക്കം നടത്തുക. ഇത് നിങ്ങളുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമായതുകൊണ്ട് ആഖിറത്തിൻ്റെ കാര്യം മാത്രമല്ല, ഭാവിയിലെ നല്ലൊരു ജീവിതവും സന്താനോൽപാദനം ഉൾപ്പെടെ ഈ വിഷയത്തിൻ്റെ, ഈ പരാമർശത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. നല്ലൊരു കുടുംബജീവിതത്തിനും ഭാവി തലമുറയെ വാർത്തെടുക്കാനും ആഖിറത്തിൽ വിജയം കൈവരിക്കാനും വേണ്ടിയാണ് നിങ്ങൾ ഭാര്യമാരെ സമീപിക്കേണ്ടത് എന്നതാണ് അള്ളാഹു നൽകുന്ന അധ്യാപനം. തുടർന്ന് അള്ളാഹു പറയുന്നത് വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകൂ. അവനെക്കുറിച്ച് ബോധമുള്ള, അവനെ സ്നേഹിക്കുന്ന, ഭയപ്പെടുന്ന,
ഏറ്റവും ഒന്നാമത്തെ പരിഗണന അവന് നൽകുന്ന അത്തരക്കാർ നിങ്ങളാകൂ. അഥവാ നിങ്ങൾ തക്വയുള്ളവരാകൂ. അള്ളാഹുവിന് തക്വ ചെയ്യൂ. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നക്കും മുലാഖൂ, നിങ്ങൾ അവനെ കണ്ടുമുട്ടുന്നതാണ്. വബശ്ശിരിൽ മുഅ്മിനീൻ, മോമിനീങ്ങൾക്ക് സന്തോഷവാർത്ത നൽകുക. ദൃഢമായ ഈമാനുള്ള ആളുകൾക്ക് അവനെ കണ്ടുമുട്ടുമെന്ന നിരന്തര വിചാരമുള്ള അവന് തഖ്വയുള്ള ആളുകൾക്ക് അവർക്ക് സന്തോഷവാർത്ത. അവരല്ലാഹുവിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് ജീവിക്കും. അള്ളാഹു എപ്രകാരം ഭാര്യമാരെ സമീപിക്കണമെന്ന് പറഞ്ഞോ അപ്രകാരം സമീപിക്കും. അവർ യതീമുകളെ എങ്ങനെ പരിഗണിക്കണം എന്ന് പറഞ്ഞോ അങ്ങനെ അവർ പരിഗണിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞാൽ അവർ ചെലവഴിക്കും. ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി അങ്ങോട്ട് ഏതാനും ആയത്തുകളിൽ, കൃത്യമായി പറഞ്ഞ 224 മുതൽ 237 വരെയുള്ള ആയത്തുകളിൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതും അവരെ വിവാഹമോചനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അള്ളാഹു പറയുന്നത്. ആദ്യം തന്നെ അള്ളാഹു പറയുന്നു, വലാ തജ്അലുല്ലാഹ ഉർള, അള്ളാഹുവിനെ നിങ്ങളൊരു മറയാക്കരുത്, ലി ഐമാനിക്കും, നിങ്ങളുടെ സത്യങ്ങൾക്ക്, അൻ തബറു വ തത്തഖു വ തുസ്ലിഹു ബൈനന്നാസ്, നിങ്ങൾ നന്മ ചെയ്യുക, ബിർറ് ചെയ്യുന്നതിനും തഖ്വ ചെയ്യുന്നതിനും ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ്, ജനങ്ങൾക്കിടയിൽ സംസ്കരണമുണ്ടാക്കുന്നതിനും ഒരു മറയായിട്ട് അള്ളാഹുവിനെ സ്വീകരിക്കരുത്. അള്ളാഹുവെ പിടിച്ച് സത്യം ചെയ്തിട്ട് നിങ്ങൾ നന്മ ചെയ്യാതിരിക്കരുത്, തഖ്വ കൈക്കൊള്ളാതിരിക്കരുത്, അതുപോലെ ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉപേക്ഷിക്കുകയും അരുത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യേണ്ട. അഥവാ തഖ്വ ഉപേക്ഷിക്കുക, ജനങ്ങൾക്കിടയിലുള്ള സംസ്കരണം ഉപേക്ഷിക്കുക, നന്മ ഉപേക്ഷിക്കുക, ഇത്തരത്തിലുള്ള യാതൊരു കാര്യത്തിനും വേണ്ടിയിട്ട് അള്ളാഹുവിനെ മറയാക്കരുത്, അവനെ പിടിച്ച് സത്യം ചെയ്യരുത്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. തുടർന്ന് അള്ളാഹു പറയുന്നത്, ലാ യുആഖിദുക്കുമുല്ലാഹു ബില്ലഗ്വി ഫി ഐമാനിക്കും, അള്ളാഹു നിങ്ങളുടെ ലഗ്വ് കാരണം, നിങ്ങളുടെ സത്യത്തിലെ ലഗ്വ് കാരണം അവൻ നിങ്ങളെ പിടികൂടുന്നതല്ല. ഐമാൻ, യമീൻ, യമീനിൻ്റെ പ്ലൂരലാണ് ഐമാൻ. അറബിയിൽ സത്യത്തിന് യമീൻ എന്നാണ് പറയുന്നത്. യമീൻ എന്ന് പറഞ്ഞാൽ വലങ്കൈ എന്നാണ് അർത്ഥം. സത്യത്തിന് അങ്ങനെ പറയാൻ കാരണം ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, വസുമ്മിയൽ ഹലിഫു യമീനൻ, സത്യം ചെയ്യുന്നതിനെ യമീൻ എന്ന് പറയാൻ കാരണം ലിയന്നൽ അറബ കാന മിൻ ആദത്തിഹിം ഇദാ തഹാലഫു അൻ യുംസിക്കൽ മുത്തഹാലിഫാനി അഹദുഹുമാ ബിൽ യദിൽ യുംന ബിൽ ആഖർ, സത്യം ചെയ്യുന്ന ആളുകൾ രണ്ടുപേരാണ് സത്യം ചെയ്യുന്നതെങ്കിൽ അവർ അവരുടെ വലത് കൈകൾ ഒരാൾ മറ്റൊരാളുടെ കയ്യിൻ്റെ മേലെയായിട്ട് പിടിക്കും. അങ്ങനെ പിടിച്ചുകൊണ്ടാണ് അവർ സത്യം ചെയ്യുക. അങ്ങനെയാണ് സത്യം ചെയ്യലിന് യമീൻ, അതിൻ്റെ പ്ലൂരലായ ഐമാൻ, ഈ പദം വന്നിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ഐമാൻ, നിങ്ങളുടെ സത്യങ്ങൾ ലഘുവാണെങ്കിൽ അള്ളാഹു അതിന് ശിക്ഷിക്കുന്നില്ല. ലഘുവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വിശ്വസിക്കാതെ വളരെ കാഷ്വലായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ. ലിറ്ററലി ലഘുവെന്ന് പറയുന്നത് ലഗ എന്നതിൻ്റെ ഇൻഫിനിറ്റീവ് രൂപമാണ്. അതിൻ്റെ വെർബൽ നൗണാണ് ലഗ. ലഗ എന്ന് പറഞ്ഞാൽ ഇത് കാല കലാമൻ ഖത്താൻ, നിരർത്ഥകമായ മീനിങ്ലെസ് ആയ ഒരു കാര്യം പറയുന്നതിനാണ് ലഗ എന്ന് പറയുക. പരിശുദ്ധ ഖുർആനിൽ കാണാം, സൂറ മറിയമിൽ ലാ യസ്മഊന ഫീഹ ലഘുവൻ, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ലഘുവ് കേൾക്കുകയില്ല, നിരർത്ഥകമായ സത്യമല്ലാത്ത യാതൊന്നും കേൾക്കുകയില്ല. ഇല്ലാ സലാമ, സലാം എന്നത് മാത്രമാണ് സ്വർഗത്തിൽ കേൾക്കുന്നത്, സമാധാനം മാത്രം. അതുപോലെ മൂമിനുകളുടെ വിശേഷണം പറയുമ്പോൾ സൂറ മൂമിനൂനിൽ വല്ലദീനഹും അനിൽ ലഘുവി മുഅരിളൂൻ, അവർ ലഘുവിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകളാണ്, അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയുന്നുണ്ട്. മൂമിനുകളുടെ ഒരു വിശേഷണമായിട്ട് പറയുന്നതാണ്. നിരർത്ഥകമായ മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളയും, അവരതിൽ എൻഗേജ് ചെയ്യില്ല.
അത് മൂമിനുകളുടെ ഒരു സിഫത്താണ്. ഇവിടെ ലഘ്വ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത രീതിയിൽ ദൃഢമായിട്ട് മനസ്സിൽ അല്ലെങ്കിൽ കൽബിൽ ഒരു ഈമാനില്ലാത്ത രീതിയിൽ കാഷ്വലി ചെയ്യുന്ന സത്യമാണ്. ഇമാം ഷാഫി റഹ്മുള്ള പറഞ്ഞതായിട്ട് ഇബ്നു റുഷ്ദ് പറയുന്നുണ്ട്, വഖാല ഷാഫി ലഘ്വുൽ യമീനി മാലം തൻഅഖിദ് അലൈഹി നിയ്യ, നിയ്യത്തോടുകൂടെ അഖീദയോടുകൂടെ സത്യം ചെയ്യാതിരിക്കുന്നതിനാണ് ലഘ്വുൽ യമീൻ എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. നിങ്ങളുടെ ലഘുവായിട്ടുള്ള സത്യങ്ങൾ, നിരർത്ഥകമായ രീതിയിൽ കാഷ്വലായിട്ട് നിങ്ങൾ അഖീദയില്ലാതെ അങ്ങനെ ചെയ്യുന്ന സത്യങ്ങൾ, ആ സത്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. ആ സത്യങ്ങളുടെ പേരിൽ അവൻ പിടികൂടുകയില്ല. വലാക്കിൻ യുആഖിദുക്കും ബിമാ കസബത്ത് ഖുലൂബുക്കും, എന്നാൽ അവൻ നിങ്ങളെ പിടികൂടും ബിമാ കസബത്ത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ പേരിൽ. വല്ലാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു ഹലീമായ അഥവാ വളരെ ഫോർബിയറിംഗ് ആയ, സഹിക്കുന്ന, വിട്ടുവീഴ്ച തരുന്ന, ഗഫൂറായവനാണ്, പാപങ്ങളെ പുറത്തു തരുന്നവനാണ്. തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യരുത്, നന്മക്കെതിരെയോ തഖ്വക്കെതിരെയോ ജനങ്ങൾക്കിടയിലുള്ള ഇസ്ലാഹിനെതിരെയോ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യരുത് എന്നാണ്. അങ്ങനെ നിങ്ങൾ കാഷ്വലി സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈമാനില്ലാതെ അഖീദയില്ലാതെ ഉറച്ചു നിൽക്കാത്ത വിധം നിങ്ങൾ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്കത് വിട്ടുകളയാം. അതിന് പ്രായശ്ചിത്തമായിട്ട് അള്ളാഹു ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. സൂറൽ മായിദയിൽ കാണാം, ലാ യുആഖിദുക്കുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും, നിങ്ങളുടെ ലഘുവ് കാരണം, സത്യത്തിലെ ലഘുവ് കാരണം അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. ഈ ആയത്തിൽ, സൂറ ബഖറയിലെ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെയും പറയുന്നത്. നിരർത്ഥകമായ രീതിയിൽ കാഷ്വലി നിങ്ങൾ ചെയ്യുന്ന സത്യത്തിന് അവൻ നിങ്ങളെ പിടികൂടുകയില്ല. വലാക്കിൻ യുആഖിദുക്കും ബിമാ അഖത്തുമുൽ ഐമാൻ, എന്നാൽ ദൃഢവിശ്വാസത്തോടുകൂടെ നിങ്ങൾ ചെയ്യുന്ന ലംഘിക്കാത്ത സത്യങ്ങൾ, അതിനെയാണ് അവൻ പിടികൂടുന്നത്. നിങ്ങൾ സത്യം ചെയ്തു അതിനെ ലംഘിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്നത് ഫ കഫാറത്തുഹു ഇത്ആമു അശറത്തി മസാക്കിൻ, 10 മിസ്കീന്മാർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ മതി. അതാണ് അതിനുള്ള കഫാറത്ത്. സത്യം ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 മിസ്കീന്മാർക്കുള്ള ഭക്ഷണം. മിൻ ഔസത്തി മാ തുത്ഇമൂന അഹ്ലീക്കും, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ ഭക്ഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മീഡിയം ലെവലിലുള്ള ഒരു മീൽ. അങ്ങനെ 10 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകണം. ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകണം. ഔ തഹരീരു റഖബ, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം. ഫമല്ലം യജിദ്, അതിനൊന്നും സാധ്യമാകാത്ത ആളുകൾക്ക് ഫസുയാമു സലാസത്തി അയ്യാം, 3 നാൾ നോമ്പെടുക്കണം. അത് ചില മദ്ഹബിൽ തുടർച്ചയായിട്ട് നോമ്പെടുക്കണം, നമ്മുടെ ഷാഫി മദ്ഹബിലൊക്കെ തുടർച്ചയായിട്ട് നോമ്പെടുക്കണം എന്ന് നിർബന്ധമില്ല. അള്ളാഹു പറയുന്നു, ദാലിക കഫാറത്തു ഐമാനിക്കും ഇദാ ഹലഫ്തും, നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് അത്, കഫാറത്താണത്, തെറ്റുകളെ മായ്ച്ചു കളയുന്നതാണ്. ഇദാ ഹലഫ്തും, നിങ്ങൾ സത്യം ചെയ്തു കഴിഞ്ഞാൽ, ആ സത്യം ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ട പ്രായശ്ചിത്തമാണ്, അതിനുള്ള പരിഹാരമാണിത്. വഹ്ഫലു ഐമാനക്കും, നിങ്ങളുടെ സത്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി, അവനവൻ്റെ ആയത്തുകളെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരികയാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്റുള്ള, നന്ദിയുള്ള ആളുകളാകാൻ വേണ്ടി. അപ്പോൾ സത്യം ചെയ്തിട്ട് അത് ലംഘിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിന് കഫാറത്തുണ്ട്. അള്ളാഹു പറഞ്ഞ 10 മിസ്കീന്മാർക്കുള്ള ഭക്ഷണം അല്ലെങ്കിൽ അടിമമോചനം, അതിനൊന്നും സാധിക്കാത്ത ആളുകൾക്ക് 3 ദിവസത്തെ നോമ്പ്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാപത്തിനുള്ള മോചനമായി. അള്ളാഹു അതിനെ മായ്ച്ചു കളയും, കഫാറത്താണ്, തെറ്റിനെ മായ്ച്ചു കളയും. പക്ഷേ നിങ്ങൾ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിലോ, അതിന് അള്ളാഹു നിങ്ങളെ പിടികൂടും, പരലോകത്ത് ചോദ്യം ചെയ്യും, ശിക്ഷിക്കപ്പെടും. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ജാഹിലിയ കാലത്ത് അറബികൾ ഭാര്യാസംസർഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അതിനെ പറയുന്ന പേരാണ് ഈലാഹ്. അത്തരത്തിലുള്ള ഒരു സത്യത്തെക്കുറിച്ചാണ് അടുത്ത ആയത്തിൽ പരാമർശിക്കുന്നത്. അതിനുവേണ്ടിയാണ് സത്യങ്ങളെക്കുറിച്ച്, സത്യലംഘനത്തെക്കുറിച്ച് പൊതുവായിട്ട് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അള്ളാഹു പറയുന്നു, ലില്ലദീന യുലൂന മിൻ നിസാഇഹിം, നിങ്ങളിൽ നിന്ന് ഭാര്യമാരെ ഈലാഹ് ചെയ്യുന്ന ആളുകൾ.
ഈലാ എന്നതിൻ്റെ തൈരീഫ്, അതിൻ്റെ ഡെഫിനിഷൻ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് കുല്ലു യമീനിൻ മനഅത്ത് ജിമാഅൻ ഫഹിയ ഈലാ എന്നാണ്. ലൈംഗിക ബന്ധം വിച്ഛേദിക്കുന്ന രീതിയിലുള്ള എല്ലാ സത്യങ്ങളും അത് ഈലാ ആണ്. ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുക. അങ്ങനെ സത്യം ചെയ്തുകൊണ്ട് വർഷങ്ങളോളം ഭാര്യമാരിൽ നിന്നും അകന്നു നിൽക്കുന്ന പതിവ് ജാഹിലിയ കാലത്ത് അറബികൾക്കുണ്ടായിരുന്നു. അള്ളാഹു പറയുന്നു, അങ്ങനെ ഈലാഹ് ചെയ്യുന്നവർക്കുണ്ട് ലില്ലദീന യുലൂന മിൻ നിസാഇഹിം, തങ്ങളുടെ ഭാര്യമാരെ ഈലാഹ് ചെയ്യുന്ന ആളുകൾക്കുണ്ട് തറബ്ബുസു അർബഅത്തി അഷ്ഹുരിൻ, 4 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് അവർക്കുണ്ട്. ഫൈൻ ഫാഉ, അവർ മടങ്ങുകയാണെങ്കിൽ, അവരുടെ സത്യം ഉപേക്ഷിച്ചുകൊണ്ട് സത്യലംഘനം നടത്തിക്കൊണ്ട് ഭാര്യാ സംസർഗത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഫൈനല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു റഹീമായ കരുണയുള്ള പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. ഈലാഹ് ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന അവധിയാണ് 4 മാസം. 4 മാസം കഴിഞ്ഞാൽ പിന്നെ ത്വലാഖാണ്. അതിൻ്റെ കാര്യം അടുത്ത ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഈലാഹ് ലംഘിച്ചുകൊണ്ട്, സത്യം ലംഘിച്ചുകൊണ്ട് നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ അള്ളാഹു ഗഫൂറാണ്. അവിടെയും സത്യലംഘനത്തിനുള്ള പ്രായശ്ചിത്തം, നേരത്തെ പറഞ്ഞ കഫാറത്ത്, 10 മിസ്കീന്മാർക്കുള്ള ഭക്ഷണവും മറ്റും അവിടെയും ബാധകമാണ്. പക്ഷെ അള്ളാഹു പറയുന്നത് അതുകൊണ്ട് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കും. മാത്രമല്ല അവൻ റഹീമാണ്, കരുണ ചെയ്യുന്നവനാണ്, കൂടുതൽ കാരുണ്യം അവൻ വർഷിപ്പിക്കും. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, 4 മാസം കവിയുകയാണെങ്കിൽ ത്വലാഖിലേക്കത് നീങ്ങും. ആ കാര്യം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.